വന്നതിനകത്ത് സന്തോഷമുണ്ട്. ഇങ്ങോട്ടേക്ക് വരുമ്പോഴും ഇവിടുന്ന് പോകുമ്പോഴുമായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ, ഈ സമരത്തിന്റെ അടിസ്ഥാനം ആധാരമായിട്ടുള്ള കാര്യങ്ങൾ, അതും കൂടെ ഒന്ന് വാർത്തയിൽ ഒരു ഇടം കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുക. കാരണം ഇപ്പൊ മിനിഞ്ഞാന്നും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയെ കണ്ടിരുന്നു. നമ്മൾ അന്ന് പാലം പൊളിഞ്ഞതിന്റെ അവിടുന്ന് കണ്ട സമയത്തും ഷക്കീറിന്റെ സ്ഥാനം പിന്നെ അവിടുന്ന് പാലം പൊളിഞ്ഞു വീഴുന്ന സമയത്തും അന്ന് കണ്ടപ്പോഴും പറഞ്ഞിരുന്നു MP എന്നുള്ള നിലയിൽ തുടർന്നും ഇടപെടുന്നു. മിനിഞ്ഞാന്നും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയെ കണ്ടു. മന്ത്രിയെ കണ്ടിട്ടതിന് മുമ്പുണ്ടായ കാഴ്ചയിൽ കൊടുത്ത നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ട് ഇവിടെ നടപ്പിലാവുന്നില്ല എന്ന് മന്ത്രിയോട് പറഞ്ഞപ്പോൾ മന്ത്രി ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ഉദ്യോഗസ്ഥർ അവിടെ എല്ലാം ക്ലിയർ ആണെന്നാണ് മന്ത്രിയോട് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഐ ആം കമ്മിങ് ഫ്രം ദ ഗ്രൗണ്ട്, താഴെ തട്ടിലുള്ള പ്രയാസങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് പറയും, യു ഹാവ് ടു ട്രസ്റ്റ് us. ഈ പറഞ്ഞ വേഗതയിൽ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നില്ല. ഒന്നും വേണ്ട, സർവീസ് റോഡുകളുടെ കുഴിയടക്കാനുള്ള ഒരു ആത്മാർത്ഥമായ പരിശ്രമം പോലും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അത് മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഇത് ശരിയല്ല, ഉദ്യോഗസ്ഥരോട് കർശന നിർദ്ദേശം കൊടുക്കുകയും ഓണമാണ് വരാൻ പോകുന്നത്, ഈ സർവീസ് റോഡിന്റെ നിലവാരം മെച്ചപ്പെടുത്തുന്ന നടപടിയെങ്കിലും വേഗത്തിലാക്കണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അത് ചെയ്യുമെന്ന് അറിയാൻ അടുത്ത ദിവസം NHAIയുടെ കോഴിക്കോട് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോകുന്നുണ്ട്. അതിനോടും ഈ പറയുന്ന പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണെങ്കിൽ MP എന്നുള്ള നിലയിൽ നേരിട്ട് ഇനി സമരത്തിന് നേതൃത്വം നൽകാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് തവണ പാർലമെന്റിനകത്തും പുറത്തുമായിട്ട് ഇടപെട്ടു, നിരവധി തവണ മന്ത്രിയെ കണ്ടു, നിരവധി തവണ കത്ത് കൊടുത്തു, നിരവധി തവണ ഉദ്യോഗസ്ഥരുമായിട്ട് മീറ്റിംഗ് നടത്തി, 2 തവണ MPs കോൺഫറൻസിൽ വിഷയങ്ങൾ അവതരിപ്പിച്ചു, മറ്റു മന്ത്രിമാരുമായിട്ട് പറഞ്ഞു. പക്ഷേ ഒരു വലിയ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു താൽക്കാലിക ദുരിതമല്ല, വടകരക്കാർക്ക് നിത്യ ദുരിതമാണ് ഈ ദേശീയപാത നിർമ്മാണം സമ്മാനിക്കുന്നത്. ഈ അവസ്ഥക്ക് മാറ്റം വരുത്താൻ സാധ്യമായ എല്ലാ ഇടപെടലും നടത്തുന്നുണ്ട്. അതുകൊണ്ട് തീരുമാനമാവുന്നില്ലെങ്കിൽ ഇനി പ്രതിഷേധത്തിന് നേരിട്ട് ഇറങ്ങുകയാണ് എന്നുള്ളത് നിങ്ങളിലൂടെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ദുരവസ്ഥ ഇത് ഇങ്ങനെ തന്നെ തുടരുകയാണെന്നുള്ള വിവരം ഏതായാലും വന്ന സ്ഥിതിക്ക് അതും കൂടെ ഒരു വാർത്തയായിട്ട് കൊണ്ടുപോകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ചോദിച്ച ചോദ്യങ്ങളിൽ 2 കാര്യം. രാഹുലിന്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഒളിച്ചോടി, മുങ്ങി എന്നൊക്കെ ചില ടൈറ്റിലുകളും ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ചില കാർഡുകളൊക്കെ കാണാനിടയായി. പ്രത്യേകിച്ച് ചില വാർത്തകൾ പറഞ്ഞത് ബീഹാറിലേക്ക് മുങ്ങി എന്നുള്ളതാണ്. ബീഹാറിൽ നടക്കുന്ന ഒരു എക്സസൈസിന്റെ ഗൗരവം എന്താണെന്ന് ഒട്ടും അറിയാത്ത ആളുകളല്ല കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ. അവിടെ ഒരു MP എന്നുള്ള നിലയിലും പാർട്ടിയുടെ ഒരു ചെറിയ പ്രവർത്തനം എന്നുള്ള നിലയിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെന്ന നിലയിലും ആ സമരത്തിന്റെ ആ യാത്രയുടെ ഭാഗമാവുക എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ റെസ്പോൺസിബിലിറ്റിയാണ്. 21-ാം തീയതി പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞാൽ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഡൽഹിയിൽ നിന്ന് ബീഹാറിലേക്ക് പോകാൻ എളുപ്പമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിന് പോയിട്ട് ഞാൻ തിരിച്ചിന്ന് പുലർച്ചെയാണ് എത്തിയത്. വന്ന് ഞാൻ നിങ്ങളെ കാണുന്നു. ഇപ്പൊ ബീഹാറിലേക്ക് പോയി എന്ന് പറയാം, ബീഹാറിലേക്ക് മുങ്ങി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തനം അത് ശരിയാണോ എന്നുള്ളൊരു ആത്മപരിശോധന നടത്താൻ നിങ്ങളും തയ്യാറാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബീഹാറിലേക്ക് എനിക്ക് പോകേണ്ട ഉത്തരവാദിത്വം ഇല്ല, ഞാൻ പോകണ്ടേ? ബീഹാറിൽ ഒരു യാത്ര നടക്കുമ്പോൾ ഞാൻ അവിടെ പാർലമെന്റ് മെമ്പർ ആയിരിക്കും. ഇനിയിപ്പോൾ 26-ാം തീയതി ഒരു ലോട്ട് MPമാർ 26-ന് പോകുന്നുണ്ട്, കുറെ ആളുകൾ സമാപനത്തിന് പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് പോകാൻ കഴിയാവുന്ന ഒരു ദിവസം അതാണ്. എനിക്ക് ഇന്നും ഇവിടെ പരിപാടിയുണ്ട്, എനിക്ക് നാളെ ഉണ്ട്, 25-ന് NHA ഓഫീസിൽ പോകണം, 26-ന് പിന്നെ മിഷന്റെ പരിപാടിയുണ്ട്, 27-ന് KK രമ MLA നടത്തുന്ന പരിപാടിയുണ്ട്, 28-ാം തീയതി ഞാനൊന്ന് പിന്നെ വിദേശത്ത് പോകുന്നതിനെ സംബന്ധിച്ചൊരു തീരുമാനമുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഈ യാത്ര തീരുന്നതിനും എനിക്ക് പോകാൻ ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഡേറ്റിൽ അവിടെ പോകുമ്പോൾ അത് പിന്നെ അന്ന് മാധ്യമങ്ങളെ കാണാതെ പോയി എന്നാണ് അടുത്തൊരു കാര്യം. മാധ്യമങ്ങൾ ഇങ്ങനെ കോൺഗ്രസ് നേതാക്കന്മാർ വരി നിന്ന് കാണണം എന്നുള്ള നിർബന്ധ ബുദ്ധി എവിടെയെങ്കിലും ഉണ്ടോ? KPCC പ്രസിഡന്റ് പ്രതികരിച്ചില്ലേ അന്ന് ആ വിഷയത്തിൽ? എന്റെ പ്രസിഡന്റ്, ഞാൻ വർക്കിംഗ് പ്രസിഡന്റ് ആയിരിക്കുന്ന കമ്മിറ്റിയുടെ പ്രസിഡന്റ് തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു, പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു, രാഹുൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ പത്രക്കാരെ കണ്ടു. എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും വരി നിന്ന് പത്രസമ്മേളനം നടത്തണം, കാര്യങ്ങൾ പറയുന്ന നിർബന്ധ ബുദ്ധിയോടെ എഴുതി വെച്ചിട്ടുണ്ടോ? ഇനി മാധ്യമങ്ങളോട്, എന്നെ ബന്ധപ്പെട്ട എന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടവരോട് ഞാനിപ്പോ KPCC പ്രസിഡന്റും നേതാക്കന്മാരും മറ്റുള്ളവരുമാണ് ഇന്ന് മാധ്യമങ്ങളെ കാണുന്നത്, ഇന്ന് കാണുന്നില്ല എന്നുള്ള അറിയിപ്പ് എന്റെ ഓഫീസ് അവർ ബന്ധപ്പെട്ടപ്പോൾ അവർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ഈ മുങ്ങി, ഒളിച്ചോടി എന്നൊക്കെ പറഞ്ഞിട്ട് ആരെയാ ഒളിച്ചോടേണ്ടത്? ആരെ പേടിച്ചിട്ടാണ് ഒളിച്ചോടേണ്ടത്? മാധ്യമങ്ങളെ പേടിച്ചിട്ടോ? അതല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും പ്രതിഷേധങ്ങൾ പേടിച്ചിട്ടോ? ഇപ്പൊ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രതിഷേധം വന്നു, ആരും ഒളിക്കുന്നു കൊടുന്നൊന്നും കണ്ടില്ലല്ലോ. അങ്ങനെ പ്രതിഷേധിച്ചിട്ടുമുണ്ട്, പ്രതിഷേധങ്ങളെ കണ്ടിട്ടുമുണ്ട്, മാധ്യമങ്ങളെയും കണ്ടിട്ടുണ്ട്, ചോദ്യങ്ങൾ ഉത്തരം അങ്ങനെ. അപ്പോൾ ബീഹാറിൽ ഒരു യാത്രയിൽ പങ്കെടുക്കാൻ പോകുന്നതിന്റെ കാര്യത്തിലൊക്കെ ഒളിച്ചോടി, മുങ്ങി എന്നൊക്കെ വാർത്തകൾ കൊടുക്കുന്ന, ടൈറ്റിൽ കൊടുക്കുന്ന മാധ്യമ പ്രവർത്തനം അത് ശരിയാണോ എന്നുള്ളത് മാധ്യമങ്ങൾ തന്നെ വിലയിരുത്തിയാൽ മതി എന്നുള്ളത്. അടുത്തത് രാഹുലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. ഞാൻ അതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കോടതി വിധിയോ ഒരു FIR-ഓ അതല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള റിട്ടേൺ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങളിലോ ഒക്കെ വരുന്നതിന്റെ മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ആരോപണ പരിസരം ഉയർന്നപ്പോൾ അതിൽ രാജ്യസന്നദ്ധത പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് തന്റെ രാജിയും അയാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്.
ഇനി ഈ രാജി വേറെ ഏതെങ്കിലും CPM പ്രവർത്തകരോ നേതാക്കന്മാരോ ആണോ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ നിങ്ങളെല്ലാം കൂടെ പറയാൻ പോകുന്നത് അത് ധാർമ്മികതയുടെ ഒരു ക്ലാസ് എടുക്കൽ അപ്പം വരുമായിരുന്നു. കണ്ടോ FIR ഇല്ലാത്ത രാജി, കണ്ടോ പരാതി ഇല്ലാത്ത രാജി, കണ്ടോ പിന്നെ കേസെടുക്കാത്ത രാജി, കണ്ടോ കോടതി വിധി ഇല്ലാത്ത രാജി, കണ്ടോ കുറ്റവിധി കുറ്റവാളിയാണെന്ന് പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പ് രാജി. അപ്പൊ എല്ലാവരും അതിന്റെ ഒരു സാംസ്കാരിക ഇടപെടലുകളും പ്രവർത്തനവും പ്രതികരണവും ഒക്കെ ആ നിലയിലാവുമായിരുന്നു. ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇങ്ങനൊരു ആരോപണ പരിസരം ഉയർന്നപ്പോൾ രാജ്യസന്നദ്ധത സ്വമേധയാ പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും പാർട്ടി നേതൃത്വം മറ്റു പാർട്ടികൾ നടത്തുന്ന അതേ ശൈലി എല്ലാ കാര്യത്തിലും തുടരേണ്ട കാര്യമില്ല, ആ തീരുമാനത്തെ ശരിവെക്കുകയും അയാളുടെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിന്ന് പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിന്ന് ഒഴിയുകയും ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുന്നില്ല. അദ്ദേഹത്തിന്റെ തീരുമാനം പാർട്ടി അറിയിച്ചു, പാർട്ടി അംഗീകരിക്കുന്നു, ആ തീരുമാനം ഒഴിയുകയും ചെയ്തിരിക്കുന്നു. അത് ഒഴിഞ്ഞു കഴിഞ്ഞിട്ടും ഈ പറയുന്നത് പോലെ കോൺഗ്രസ് എന്ത് ചെയ്തു? കോൺഗ്രസിനെ പിന്നെയും കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പ്രതികരണമൊക്കെ ശരിക്കും കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. കോൺഗ്രസിന് ധാർമ്മികത പഠിപ്പിക്കുകയാണ് ഇതിനകത്താണ്. ഞാനൊരു കാര്യം പറയാം, ഇതിനകത്ത് വിഷയത്തിന്റെ ധാർമ്മികതയായിരുന്നു പ്രശ്നമെങ്കിൽ ആ രാജ്യം ഒരു പ്രധാനപ്പെട്ട ചൂട് തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് കോൺഗ്രസിനെ നിർവീര്യമാക്കാം, കോൺഗ്രസ് പ്രവർത്തകരെ സൈലന്റ് ആക്കാം, ഗവൺമെന്റിന്റെ ചെയ്തികളിൽ നിന്ന് ജനങ്ങളുടെ മുമ്പിൽ തൽക്കാലം മറച്ചു പിടിക്കാൻ ഇതിന് ഉപയോഗിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഇവിടെ നടക്കുന്ന സമരം ഉൾപ്പെടെയുള്ള ചില പ്രതികരണങ്ങൾ, CPMന്റെ പ്രതികരണങ്ങൾ എന്നുള്ള രാഷ്ട്രീയമായിട്ട് തന്നെ കാണാം. പക്ഷെ മാധ്യമങ്ങൾ ആ അജണ്ടയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ചും. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഭാവമെങ്കിൽ ഒരു കാര്യം വളരെ സ്നേഹത്തോടെ വിനയത്തോടെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു, കോൺഗ്രസ് പ്രവർത്തകർ നിർവീര്യമാവില്ല. ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരങ്ങളുടെ പ്രതിഷേധങ്ങളുടെ അതിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ആരും പുറകോട്ട് പോവില്ല. ഗവൺമെന്റിന്റെ പരാജയങ്ങളെ തുറന്നു കാണിക്കുന്ന ആ സമീപനം തുടർന്നുകൊണ്ടേയിരിക്കും. ഈ പറയുന്ന രാജിക്കപ്പുറവുമുള്ള കോൺഗ്രസിന്റെ മൊറാലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഇന്റൻഷൻ അത് ഈ പറയുന്നത് ധാർമ്മികതയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല, നേരെ മറിച്ച് അത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടിയുള്ളതാണ്. ഇപ്പൊ കത്തുൾപ്പെടെയുള്ള വിവാദങ്ങൾ കത്തുമ്പോ അതിനെ മറക്കാൻ തൽക്കാലം ഇതിന്റെ പേരിൽ വല്ല ധാർമ്മികതയുടെ വേഷമണിയാന്നാണ് വിചാരിക്കുന്നത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഇപ്പൊ MLA ഉൾപ്പെടെയുള്ള കാര്യത്തിലുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഈ പറയുന്ന ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെയുള്ള സമിതി, ഞാൻ ആരും പേരൊന്നും പറയുന്നില്ല, പക്ഷേ ഒരു MLAക്കെതിരെ പോലീസ് കേസെടുത്തിട്ട് ചാർജ് ഷീറ്റ് സമർപ്പിച്ചിട്ടും ആ MLA ആ സ്ഥാനത്ത് തന്നെ തുടരട്ടെ, കുറ്റക്കാരനെന്ന് വിധിക്കുന്നവർ തുടരട്ടെ എന്ന് തീരുമാനിച്ചവർ എങ്ങനെയാണ് കോൺഗ്രസിന്റെ ഒരു MLAയുടെ രാജി ആവശ്യപ്പെടുന്നത്? പോക്സോ കേസിലെ പ്രതിയായിട്ടുള്ള ഒരാളെ പാർലമെന്റ് ബോർഡ് അംഗമാക്കിയ വേറൊരു പാർട്ടി BJP, ആ BJP പ്രവർത്തകർ ഇവിടെ എങ്ങനെയാണ് ആ MLAയുടെ രാജി ആവശ്യപ്പെട്ടിട്ടൊരു സമരം നടത്തുന്നത്? ഇനി രാഷ്ട്രീയമായിട്ടാണെങ്കിൽ ഇപ്പൊ ഇവിടെ DYFIക്കാർ ഇവിടെ സമരം നടത്തി, സമരം കഴിഞ്ഞ് അവര് പിന്നെ വടക്കോട്ടാണ് പോകുന്നെങ്കിൽ കണ്ണൂർ ജില്ലയിലെത്തി ആ സമരം അവർക്ക് പുനരാരംഭിക്കേണ്ടി വരും. മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ ഉൾപ്പെടെയുള്ള ആളുകൾ എങ്ങനെയാണ് വന്നത് അവിടെ? ഇനി ഇപ്പുറത്തേക്കാണ് പോകുന്നതെങ്കിൽ ഇതേ ജില്ലയിൽ സമരം കഴിഞ്ഞ് ഇങ്ങോട്ടാണ് അവരുടെ യാത്രയെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ തന്നെ അവർക്ക് വീണ്ടും സമരം നടത്തേണ്ടി വരും. ഇപ്പൊ ഒരു മന്ത്രിസഭയിൽ തുടരുന്ന മന്ത്രിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ എന്തെല്ലാമായിരുന്നു? എന്നിട്ട് ഇപ്പോഴും ആ മന്ത്രിസ്ഥാനത്ത് തുടരുകയല്ലേ? ഇത്തരത്തിലുള്ള ആക്ഷേപം മുന്നണിയിലെ തന്നെ സഹപ്രവർത്തകയോട് വരെ ഈ വളരെ ക്രൂരമായ രീതിയിൽ പെരുമാറിയതിനെ സംബന്ധിച്ചുള്ള പരാതികളുള്ള ആളുകളെ സംഘടനാ രംഗത്ത് എവിടെയെങ്കിലും മാറ്റി നിർത്തിയത് നമ്മൾ കണ്ടോ? മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ നിന്ന് മാറ്റി നിർത്തിയത് നമ്മൾ കണ്ടോ? മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയത് നമ്മൾ കണ്ടോ? CPMൽ നിന്ന് മാറ്റി നിർത്തിയത് നമ്മൾ കണ്ടോ? പിന്നെ MLA സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയത് നമ്മൾ കണ്ടോ? ഇതൊന്നും ചെയ്യാത്ത ആളുകൾ കോൺഗ്രസിനെ കാടടച്ചങ്ങ് കുറ്റപ്പെടുത്തുകയാണ്. കോൺഗ്രസിനെ ഇതിന്റെ പേരിൽ നിശബ്ദമാക്കാൻ കഴിയുമെന്ന് പരിശോധിക്കുക. ഗവൺമെന്റിന് ഇതിന്റെ പേരിൽ എന്തെങ്കിലും ചെയ്ത് പിന്നെ ഈ ജനങ്ങളുടെ ദേഷ്യത്തിൽ നിന്ന് ഗവൺമെന്റിന് രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ളത് ആ പരിശോധനയാണ്. അപ്പൊ അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് നല്ലൊരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രാജി, അദ്ദേഹം ആ രാജി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ചെയ്യാൻ കഴിയാവുന്ന പിന്നെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം തന്നെയാണ്, ധാർമ്മികമായിട്ട് ഏറ്റെടുത്തിട്ട് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. അതിൽ കൂടുതൽ കാര്യങ്ങൾ KPC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, മറ്റു നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രാഹുൽ നിരപരാധിയാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ വന്ന ആരോപണങ്ങളുടെ പരിസരത്തിൽ, ആരോപണങ്ങൾ ഉയരുന്നതിന്റെ സാഹചര്യത്തിൽ
അയാളെ എല്ലാവരും കൂടെ വളഞ്ഞു കൂടിയിട്ട് നിലവിലുള്ള യൂത്ത് കോൺഗ്രസ് പാർട്ടിക്കകത്തെ സ്ഥാനത്തിനാണല്ലോ ഇപ്പൊ പാർട്ടിക്ക് പെട്ടെന്ന് തീരുമാനം പറയാൻ പറ്റുന്നത്. ആ സ്ഥാനത്ത് സംരക്ഷിച്ച് പിടിച്ച് മറ്റേ CPM ചെയ്യുന്നത് പോലെ വേറെ തരത്തിലുള്ള ന്യായീകരണങ്ങൾ ചമച്ച് എതിരെ വരുന്ന പ്രതിഷേധങ്ങളോട് അസംബന്ധമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് മൈക്ക് തള്ളിക്കളഞ്ഞ് പോയിട്ടൊന്നുമില്ലല്ലോ ഞങ്ങളോ. അയാളും അതിനകത്ത് പിന്നെ ഒരു തീരുമാനം ആ തരത്തിൽ തന്നെയാണല്ലോ എടുത്തിട്ടുള്ളത്. അയാൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അയാൾ രാജിവെച്ചല്ലോ ഇങ്ങനെ ഒരു ആരോപണ പരിസരത്തിൽ. അതൊരു സ്റ്റെപ്പ് തന്നെയാണല്ലോ. അത് നിങ്ങൾ അംഗീകരിക്കൂ. ബാക്കി നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ അല്ല, അയാളുടെ രാജി സന്നദ്ധത അയാൾ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ നിലപാടും അക്കാര്യത്തിൽ മറിച്ചായിരുന്നില്ല. അവര് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു. പാർട്ടിയോ അയാളും ഒക്കെ കൂടെ ആലോചിച്ചിട്ട് ഒരു തീരുമാനം. ഇനി നിങ്ങള് ഇതുപോലെ ആരാ പറഞ്ഞു എന്റെ അടുത്ത് പരാതി? എന്റെ അടുക്ക് അവരങ്ങനെ ഒരു പരാതിയായിട്ട് വന്നിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇതുപോലത്തെ ചോദ്യങ്ങൾ CPM പ്രവർത്തകർ സമാനമായ ഇൻസിഡൻസ് ഉണ്ടാവുമ്പോ നിങ്ങൾ ചോദിക്കില്ല. അസംബന്ധം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ വിവാദം തെളിവോടെ പുറത്തു വന്നപ്പോ അസംബന്ധം എന്ന് പറഞ്ഞിട്ട് ഒറ്റ വാക്കിൽ കത്ത് തട്ടി മാറ്റിയപ്പോഴും നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു. ഈ കാര്യത്തിൽ പറയാനുള്ളതെല്ലാം വളരെ കൃത്യമായി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഒരു നിലപാട് കോൺഗ്രസ് പാർട്ടി എടുത്തു. അത് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും സമാനമായ വിഷയങ്ങളിൽ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇതൊരു യാഥാർത്ഥ്യമാണ്.